എല്ലാവർക്കും ശിവാസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാഗർകോള ടൈഗർ റിസർവിലൂടെയുള്ള ഒരു ഫോറസ്റ്റ് റോഡ് ട്രിപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ യാത്രയിൽ കണ്ട കുറച്ച് ആനിമൽസിൻ്റെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ 20 രൂപയുടെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വാഹനമൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടും. അപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതിനാൽ റോഡ് വളരെ മോശമാണ്. വളരെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാട്ടിലൂടെ നമ്മൾ അമിത വേഗത്തിൽ പോകാനൊന്നും പാടില്ലല്ലോ. പിന്നെ അതുപോലെ നമ്മുടെ ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫെൻസിങ്ങോ ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓലയും ഷീറ്റും മണ്ണും ഒക്കെ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. അപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ കുട്ടികൾ കളിക്കുന്നൊക്കെയുണ്ട്. കമ്പനിക്കൊക്കെ പോകുന്നവർക്ക് ഈ ഒരു റൂട്ടിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. കുട്ടവഴിയൊക്കെ പോകുന്നതിനേക്കാളും കുറച്ച് ദൂരം കുറവാണ് ഇതിലേ പോകുന്നത്. അതുപോലെ നമുക്ക് കാട്ടിലേക്ക് കയറിയപ്പോൾ ആദ്യം കിട്ടിയൊരു ആനിമൽ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മയിലാണ്. മിക്കവാറും നമുക്ക് കാട്ടിലേക്ക് കയറുമ്പോൾ മാനിനെയോ മയിലിനെയോ ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ചില സമയമൊക്കെ മുന്നിലുള്ള വാഹനം പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ബാവലി വഴി വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് പോരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു മനോഹരമായ കാഴ്ച ഇതുപോലത്തെ പാടശേഖരങ്ങളാണ്. കൃഷിക്ക് വേണ്ടി നിലമൊരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കുന്നതിന് എല്ലാ പാടത്തും ഇതുപോലത്തെ കിണറുകളൊക്കെ കുത്തിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ ആനിമൽ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു മ്ലാവാണ്. ഒറ്റയ്ക്കാണ് നടക്കുന്നത്. പലപ്പോഴും 3-4 മ്ലാവൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇത് ഒറ്റയ്ക്കാണ്. ആനയെ കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കണ്ട ആദ്യത്തെ ആനക്കൂട്ടമാണിത്. 2 പിടിയും ഒരു കുട്ടിയാനയുമാണ്. അപ്പോൾ ഇവർ ഈ ഒരു കിടങ്ങ് പോലുള്ള സ്ഥലത്ത് നിന്ന് പുല്ല് തിന്നുമായിരുന്നു. അവിടെ നിന്ന് നമ്മളെ കണ്ടപ്പോഴാണ് കുട്ടിയെ കൊണ്ട് മുകളിലേക്ക് കയറിയത്. എപ്പോഴും ആനക്കൂട്ടത്തിൽ ചെറിയ കുട്ടിയാന ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്, അവർ പെട്ടെന്ന് തന്നെ ആ ഒരു കുട്ടിയാനയായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോവും. ഈ ഒരു കുട്ടിയാനയുടെ കുറച്ച് വിഷ്വൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വണ്ടി മാറ്റി നോക്കി കേട്ടോ. പക്ഷേ നമ്മൾ മുന്നിലേക്ക് മാറ്റും തോറും നമ്മുടെ കാഴ്ച മറച്ചുകൊണ്ട് പിടിയാന കയറി നിൽക്കുമായിരുന്നു കേട്ടോ. അത് അടുത്ത നമ്മുടെ സൈറ്റിങ് ഹനുമാൻ ലങ്കൂറാണ്. റോഡ് സൈഡിൽ ഇരുന്നവരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ സൈഡിലേക്ക് മാറിയിട്ട് നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇലകളും പഴവർഗ്ഗങ്ങളും ഒക്കെയാണ്. തലശ്ശേരിക്ക് പോകുന്നൊരു KSRTC ബസ്സാണ് ഈ പോകുന്നത്. നമ്മൾ ഈ പോകുന്ന സമയത്ത് 2-3 KSRTC ബസ് കണ്ടു കേട്ടോ. അപ്പം ഒരുപാട് ബസ് ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നത്തെ നമ്മുടെ ഒരു സൈറ്റിങ് ഈ ഒരു കൊമ്പനാണ്. ആൾ ഈ ഒരു കാടിൻ്റെ മറയിലാണ് നിൽക്കുന്നത്. കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്ന്. പക്ഷെ ആൾ അവിടെ തന്നെ നിന്ന് തിന്നുവാണ്. കൊമ്പനാണ്.
6 മണി വരെ ഈ ഒരു ചെക്ക് പോസ്റ്റിലൂടെ നമ്മളെ കടത്തി വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പകൽ സഞ്ചരിച്ചപ്പോഴും നമുക്ക് ഇത്രയും ആനിമൽസിനെ കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഈ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി കബനിക്കാണ് പോകുന്നത്. കബനിയിൽ നമ്മളൊരു സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ യാത്രയാണ് കബനിയിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.